കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മികച്ച മേധാവിത്വം പുലർത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും തെക്കൻ ഭാഗങ്ങളിലെ പല ജില്ലകളിലും ഭാഗികമായ രാഷ്ട്രീയ വിജയം മാത്രമേ നേടാൻ പറ്റിയിട്ടുള്ളൂ. അടുത്ത കാലത്തായി കൊച്ചി നഗരത്തിനുണ്ടായ വമ്പിച്ച സാമ്പത്തിക വളർച്ച മുതലാളിത്തത്തിൻ്റെ ശക്തി വീണ്ടും ഈ മേഖലയിൽ ഉയർന്നു വരാൻ കാരണമായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരമ്പരാഗതമായി സ്വാധീനം ഇല്ലാതിരുന്ന എറണാകുളം ജില്ലയിൽ അടുത്ത കാലത്തായി ബിസിനസ്സുകാരെയും വ്യവസായികളെയും ചാക്കിട്ട് പിടിക്കുവാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മുതലാളിമാർക്ക് തന്നെയാണ് മേധാവിത്വം. കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയ്ക്ക് എക്കാലവും ഡോമിനേഷൻ ഉണ്ടായിരുന്ന എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ KSUവിന് SFIയെ എതിരിടുവാനും ആക്രമിക്കുവാനുമുള്ള ധൈര്യമുണ്ടായിരിക്കുന്നു. വരും കാലങ്ങളിൽ കമ്മ്യൂണിസത്തിന് കൊച്ചിയിൽ ശക്തി കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ പ്രത്യേകമായ സ്ഥിതിവിശേഷം SFIയുടെ ആധിപത്യം വെച്ചു പൊറിപ്പിക്കാൻ തയ്യാറല്ലാത്ത വലിയൊരു വിഭാഗം മുതലാളിത്ത ശക്തികൾ അവിടെയുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഗവൺമെൻറ് കോളേജ് അധ്യാപകരുടെ സംഘടനയായ AKGCTE വളരെ ദുർബലമായ ഒരു സംഘടനയാണ്. SFIക്കാരുടെ അത്രയും ശക്തി പലപ്പോഴും ഈ സംഘടന പ്രദർശിപ്പിക്കാറില്ല. സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തുന്നതിൽ മാത്രമേ അവർക്ക് സാമർഥ്യമുള്ളൂ. സ്വകാര്യ കോളേജ് അധ്യാപകരുടെ സംഘടനയായ AKPCTയെ കുറെ കൂടി ശക്തിയുള്ളതും രാഷ്ട്രീയപരമായി കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കഴിവുള്ളവരുമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും സ്കൂൾ അധ്യാപകരുടെ സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനെ പോലെ ഗുണ്ടായിസം കാണിക്കുവാൻ AKPCTക്ക് പോലും സാധിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൃത്തങ്ങളിൽ CITU, DYFI തുടങ്ങിയ സംഘടനകളുടെ 10% പോലും ശക്തി എല്ലാ അധ്യാപക സംഘടനകളും കൂടി ചേർന്നാലും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തെക്കൻ കേരളത്തിലെ കോളേജുകളിൽ SFIയെ പുറകോട്ട് തള്ളി KSU ആധിപത്യം സ്ഥാപിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല.